ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എൻ്റെ ചാനൽ. നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നുണ്ടല്ലോ, ഞാൻ സ്കൂളിൽ പോയപ്പോൾ അമ്മച്ചിയും കൂടി എനിക്കൊരു ബിഗ് സർപ്രൈസ് തന്നു. അത് എന്താണെന്നൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് വേണ്ട, ഞാൻ തന്നെ പറയാം. ചിക്കൻ മന്തി. ഐ വാസ് സോ ഹാപ്പി. അതെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കിയത്. അത് പിള്ളേർ സ്കൂളിൽ പോയ സമയത്ത് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോ കണ്ടിട്ട് വരാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പി എന്താണെന്ന് നോക്കിയിട്ട് വരാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് ചിക്കൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാല എല്ലാം ഇട്ട് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്, നല്ല വരഞ്ഞ് വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ട് കുരുമുളക്, ചെറിയ ജീരകം, പട്ട, ഏലക്ക, ഗ്രാമ്പു, ഇത്രയാണ് നമ്മൾ മന്തി മസാലയ്ക്ക് നമ്മുടെ ഓൺ ഒരു മസാലക്കൂട്ടാണത്. അതിൻ്റെ കൂടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ സ്റ്റോക്ക്, നാരങ്ങ, ഇത്രയാണ് നമുക്ക് ഉപ്പ്, ഇത്രയാണ് നമുക്ക് മന്തിക്ക് മസാല ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച കൂട്ടെല്ലാം പൊടിച്ചതുണ്ട്, അത് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്കതിലേക്ക് പിന്നെ വേണ്ടത് മുളക് പൊടി. നമ്മൾ കുരുമുളക് കുറച്ച് ഇട്ടിട്ടുള്ളെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്, കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ 1/200 3 ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നാരങ്ങ, അത് 1.5 നാരങ്ങ എടുത്തിരിക്കുന്നത്. അപ്പോൾ നാരങ്ങ നന്നായിട്ട് സ്ക്യൂസ് ചെയ്ത് ലെമൺ ജ്യൂസ് അതിനകത്തിട്ട് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കൻ സ്റ്റോക്കാണ്. ചിക്കൻ സ്റ്റോക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് 2 ചിക്കൻ സ്റ്റോക്കാണ്. അപ്പോൾ ഒരു ചിക്കൻ സ്റ്റോക്കിനകത്ത് 2 ചെറിയ ക്യൂബുകളാണ് ഉണ്ടാവുക. അപ്പോൾ മൊത്തം 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും പൊട്ടിച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക. ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. പിന്നെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞങ്ങൾ എടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന് ഒഴിച്ച് നന്നായിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. കൈ പുകയും എന്നുള്ളത് കാരണം അമ്മച്ചി നല്ല ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്യണേ. അപ്പോൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് എല്ലാ മസാല എല്ലായിടത്തും പിടിക്കണം. അപ്പോൾ ബേബി ഇതിൻ്റെ എല്ലായിടത്തും ബേബി അമ്മച്ചിയോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് അമ്മച്ചിയുടെ അടുത്ത് തന്നെ. അപ്പോൾ നന്നായിട്ട് മസാല എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട് മസാല നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മച്ചി. നമ്മൾ തിരുമ്മി ഇതുപോലെ മസാല എല്ലായിടത്തും നല്ല പിടിച്ചാലാണ് നമ്മൾ അത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ എല്ലായിടത്തും കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട്, എല്ലായിടത്തും തന്നെ മസാല പിടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ നമുക്കിത് ഇനി വെച്ചിട്ട് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാം. നമ്മളപ്പോൾ മന്തിക്കായിട്ട് എടുത്തിരിക്കുന്നത് ലോങ് ഗ്രെയിൻ റൈസാണ് കേട്ടോ. ബസ്മതി റൈസ് നമ്മളെപ്പോഴും ലോങ് റൈസാണ് മന്തിക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ അളന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സ്പ്രിംഗ് ഓണിയൻ, ക്യാപ്സിക്കം, ഗാർലിക്, ജിഞ്ചർ, ഇത്ര നമുക്ക് വേണ്ടത്. നമുക്കെല്ലാം അരിഞ്ഞിട്ട് വരാം. അപ്പോൾ ചെറുതായിട്ട് ക്യാപ്സിക്കം അരിഞ്ഞിട്ടുണ്ട്, സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പാത്രം അടുപ്പിൽ വയ്ക്കാം. പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിൽ. അപ്പം പ്രത്യേകിച്ച് ഫ്ലേവറൊന്നും ഇല്ലാത്ത സൺഫ്ലവർ ഓയിലാണ് എപ്പോഴും നല്ലത്. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. അത് പെട്ടെന്ന് കരിഞ്ഞ് പോകും, പാടിക്ക് പിടിക്കാതെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ചെറിയ ഇതുപോലെ ഒരു ഗോൾഡൻ ഷെയ്ഡായിട്ട് വരുമ്പോൾ നമുക്ക് അടുത്ത സ്പ്രിംഗ് ഓണിയനും ക്യാപ്സിക്കവും നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ സ്റ്റോക്ക് അതിനകത്തേക്ക് ഇടാം. അപ്പം നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ളത് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം അത് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. നമ്മൾ അരി അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ തന്നെയാണ് നമ്മൾ ബിരിയാണിക്ക് ഇടുമ്പോൾ തന്നെ സെയിം അളവിലാണ് ഇടുന്നത്. പക്ഷേ നമ്മൾ റൈസ് ഒരു 30 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് മുന്നേ കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരി കുതിർത്ത് വാരി വെച്ചിരുന്ന അരി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. ചെറിയ തീയിൽ വയ്ക്കുക. അപ്പം അരി പാകത്തിനൊന്ന് വെന്തോളും. ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിടുക. ഇപ്പം അരി ഏകദേശം ഒരു 1/4 വേവോളം ആയിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതി. പക്ഷേ ഡ്രൈ ആയിട്ടില്ല, കുഴപ്പമില്ല. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് മൂടി വയ്ക്കാം. നമ്മൾ മൂടി വെച്ച് ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയതിനു ശേഷം നോക്കുമ്പോൾ റൈസ് എല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ട്. അപ്പോൾ നമുക്കിനി ബാക്കി വേവ് ചിക്കനും കൂടി ഇട്ട് കഴിയുമ്പോൾ ആയിക്കോളും.
അപ്പോൾ നമ്മൾ റൈസ് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചിക്കൻ റെഡിയാക്കാൻ വയ്ക്കാം. അപ്പോൾ അതിന് നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ മാരിനേറ്റ് വെച്ചിരുന്ന ചിക്കൻ നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് എണ്ണയിലേക്ക് പതുക്കെ കുറച്ച് എണ്ണ മതി കേട്ടോ. നമ്മൾ കുറച്ചും കൂടി വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് വേവിക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ നന്നായിട്ട് തിക്കായിട്ട് തന്നെ വെച്ചോളൂ. കാരണം ചിക്കൻ ഒന്ന് വെന്ത് കഴിയുമ്പോൾ അത് കുറച്ച് സ്ഥലം അവിടെ ഉണ്ടാവും. അപ്പം നന്നായിട്ട് തിക്കായിട്ട് തന്നെ വെക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത പാത്രം ജസ്റ്റ് ഒന്ന് കഴുകി അതിനാവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് ചിക്കൻ വേവാനായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ചൊരു ചെറിയ തീയിലിട്ട് വേവിക്കാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പം ചിക്കൻ വെന്തിട്ടുണ്ട്, പക്ഷേ കുറച്ച് വെള്ളം ഉണ്ട് അതിനകത്ത്. അപ്പോൾ നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ റൈസ് കുറേശ്ശെ ഇതുപോലെ ഇടുക, മൊത്തം ഫില്ല് ചെയ്യുക, മൊത്തം റൈസ് ഇട്ട് ഫില്ല് ചെയ്യുക. ഇത് ഓൾറെഡി ഒരു 90% വേവ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് ചെറിയ തീയിൽ വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഈ റൈസ് ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് പച്ചമുളകും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് കുറവാണെങ്കിൽ നമുക്കത് ഞരടി കഴിക്കാം. അപ്പോൾ റൈസ് ഏകദേശം സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ കൂടെ കഴിഞ്ഞുള്ള സാലഡ് ഉണ്ടാക്കാം. അതിന് നമുക്ക് ടൊമാറ്റോ, മല്ലിയില, പച്ചമുളക്, ഗാർലിക്ക്, ഒരു ഓണിയൻ എത്രയാണ് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കുക. നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ മന്തി എങ്ങനെയായിട്ടുണ്ടെന്ന് നോക്കാം. വരൂ. അപ്പോൾ നമ്മുടെ മന്തിയെല്ലാം നമ്മൾ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന പോലെ പാക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ജുവാന ആൻഡ് ജുവൽ ഞങ്ങളുടെ ചാനലിൻ്റെ പേരാണ്. അവർ രണ്ടും നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. ഇവരാണ് ജുവാന ആൻഡ് ജുവൽ. അപ്പോൾ നമുക്ക് നമ്മുടെ മന്തി ഓപ്പൺ ചെയ്യാം. എല്ലാവരും കൈയിട്ട് വരാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മന്തിയുടെ ഫൈനൽ ലുക്ക്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ആവശ്യത്തിന് സ്പൈസിയും, എന്നാൽ പിള്ളേർക്ക് ഒത്തിരി സ്പൈസി അല്ല, എന്നാൽ ആവശ്യത്തിനൊരു ചെറിയ സ്പൈസിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും കാണുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.